ഹായ് ഗായ്സ്. നമുക്കിന്ന് കുറച്ച് ഞാനൊരു പുതിയ അറ്റാക്ക് സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുണ്ട്. ലൈക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്, അപ്പം വർക്കാവുന്നുണ്ട്. കാണിച്ചു തരാം. ഓക്കെ, ആദ്യം നമുക്ക് ചെറിയൊരു ഫണലിങ്, അത് നമ്മൾ 2 സൂപ്പർ എറ്റിയും പിന്നെ നമ്മുടെ റോയൽ ചാമ്പ്യൻ ഉപയോഗിച്ചിട്ടാണ് ഫണലിങ് ചെയ്യുന്നത്. സോ it will be more like this. രണ്ട് സൂപ്പർ എറ്റ് ഇവിടെയായിട്ട് നമ്മൾ കൊടുക്കും. അത് മിക്കവാറും വഴിതിരിഞ്ഞ് പോവും, അത് കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ബാക്കി എല്ലാത്തിനും ഇവിടെ അങ്ങ് ഇറക്കി വിടും. And possibly that will do. ഇത് വഴിതെറ്റിപ്പോകുന്നതാണ്. അതോ എപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണ് വഴിതെറ്റിപ്പോകുന്നത്. തിരിച്ചെല്ലാം ഇവിടെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. ആൻഡ് ഈ സമയത്ത് നമ്മുടെ റോയൽ ചാമ്പ്യനെ റിവൈവ് ചെയ്തിട്ട് നമ്മളൊരു RC വാക്ക് ചെയ്യും. ഇതത്ര നല്ല ബേസ് അല്ലായിരുന്നു. ഞാൻ ലെജൻഡ്സ് ലീഗിൽ ഒരെണ്ണം കാണിച്ചു തരാം. ലൈക്ക് ഞാൻ തന്നെ ചലഞ്ച് ഇട്ടിട്ട് എൻ്റെ ബേസിന് അടിക്കുന്ന ഒരു ചലഞ്ച് ഞാൻ കാണിച്ചു തരാം. അതിന് നമുക്കൊരു ഫണൽ ആദ്യം സെറ്റാക്കണം. RCനെ ഇവിടെ വിടുവാണെങ്കിൽ ഇവിടെ ഒരു ബേസിക്കലി ഒരെണ്ണം വിട്ടാൽ മതി, ആക്കുമായിരിക്കാം. 2 വിട്ടേക്കാം, റിസ്ക് എടുക്കണ്ട. അത് കഴിഞ്ഞ് ബാക്കി എല്ലാത്തിനും ഒരുമിച്ച് ഇവിടെ വിടുക. ഇവിടെ ഞാൻ സേഫ്റ്റിക്ക് വേണ്ടി 2 വാൾ ബ്രേക്കറിന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ RC വാക്ക് ചെയ്ത് പോകണം. ഇനിയിപ്പം ഈ സൈഡിൽ നിന്ന് വരില്ല, നമ്മുടെ ആംഗ്രി ജെല്ലിനെ വെച്ചിട്ട് നമ്മുടെ ഡ്രാഗൺ ട്യൂബിനെ ഇറക്കി വിടും.
എന്നിട്ട് ബാക്കിയുള്ള സ്പെല്ല് വെച്ചിട്ട് ബാക്കിയുള്ളവരെ ജസ്റ്റ് റിവൈവ് ചെയ്താൽ ഈസി പീസി ആയിട്ട് അത് മെയിൻ ഒരു ഇച്ചിരി നമുക്ക് ആസി വാക്ക് ചെയ്യണം. ലൈക്ക് നമ്മൾ ഫസ്റ്റ് ആസി ഡെഡാക്കും, പിന്നെ ആസി വാക്ക് ചെയ്യും, പിന്നെ റിവൈവ് സ്പെല്ലാണ് മെയിൻ. പിന്നെയുള്ളത് നമ്മുടെ സൂപ്പർ എറ്റി കറക്റ്റ് പ്ലേസ്മെൻ്റ് അല്ലെങ്കിൽ അതും പ്രശ്നമാകും. ആൻഡ് വേറെ ഒരു ടൈപ്പ് ബേസിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. സ്റ്റിൽ സെയിം ആണ് അതിൻ്റെ അത്. ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേസാണ്. സ്റ്റിൽ ഡയഗണൽ ബേസ് തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് ആസി വാക്ക് ഇവിടുന്ന് തുടങ്ങാം. 2 എറ്റിന് ഇവിടെ വിടാം. അതാകുമ്പോൾ അങ്ങനെ അങ്ങ് പൊക്കോളൂ. ഒരാൾ ചിലപ്പം ഇല്ല, ബാക്കിയുള്ളതിന് ഇവിടെ അങ്ങ് ഇറക്കി വിട്ടിട്ട് ഇവിടെ ഇത് പ്രശ്നക്കാരനാവാൻ ചാൻസ് ഉണ്ട്. സോ ഐ വിൽ ജസ്റ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ആയി. എന്നാലും സാരമില്ല, ലൈക്ക് നമുക്കിത് ഈസി ആയിട്ട് കിട്ടും. നമുക്കിവിടെ ആർ സിനെ ഒന്ന് റിവൈവ് ചെയ്ത് ഒരു ചെറിയൊരു ആർ സി വർക്ക് കൂടെ ചെയ്യാം. ഇവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റണ്ട്, ഡ്രാഗൺ ഡ്യൂക്കിൻ്റെ സ്റ്റണ്ട് എബിലിറ്റി ഉപയോഗിച്ച് അവിടെ ജസ്റ്റ് സ്റ്റണ്ട് ചെയ്യുകയാണെങ്കിൽ ആ ടൗൺ ഹാളും കിട്ടി. ആൻഡ് ഇവിടെ നമ്മൾ ടോട്ടൽ സ്പിരിറ്റ് കൊടുക്കും. ബേസിക്കലി ബേസ് കഴിഞ്ഞു ഗായ്സ്. ഇനിയിപ്പം പ്രത്യേകിച്ച് ബേസിലൊന്നുമില്ല. I think we can spark this 3 revive spell. ഇവിടെ ജസ്റ്റ് ഇതിട്ട് കൊടുത്ത് ആർ സിനൊന്ന് റിവൈവ് ചെയ്താൽ നമുക്കൊന്നുകൂടി എളുപ്പത്തിൽ ലൈക്ക് ടൈം കുറച്ച് ലാഭിക്കാം. ആൻഡ് ഇതവിടെ സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു 50 സബ്സ്ക്രൈബ് കിട്ടിയാൽ എനിക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.